കാലം കാത്തുവെക്കുന്ന കാവ്യനീതി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അത് പ്രകൃതിയാണ് തീരുമാനിക്കുന്നത്. നമുക്കാർക്കും അതിനകത്ത് വലിയ റോളില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അതൊരു ചക്രം പോലാണ്, ഒരു സൈക്കിളാണ്. കാരണം ആ സൈക്കിൾ ഉണ്ടെന്ന് പറയാൻ കാരണം ഞാൻ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ചാൽ വളരെ മനോഹരമായിരിക്കും. കടലിൽ വെള്ളം നീരാവിയായി മേൽപോട്ട് പോയി മേഘങ്ങളാൽ തടഞ്ഞ് താഴേക്ക് മഞ്ഞും മലയും മഴയും ആലിപ്പഴവും ഒക്കെ ആയി വന്ന് വീണ്ടും ആ വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. വാട്ടർ സൈക്കിൾ എന്ന് പറയും. സൗരോർജം സൂര്യനിൽ നിന്ന് വന്ന് ഭൂമിയിലേക്ക് വന്ന് അതിൻ്റെ നല്ലൊരു ഭാഗം ഊർജ്ജവും തിരിച്ചു പോയി അന്തരീക്ഷത്തിലേക്ക് തന്നെ പോകും. അതുപോലെ തന്നെ കാർബൺ ചക്രമുണ്ട്, നൈട്രജൻ ചക്രമുണ്ട്. ഇതുപോലൊരു ചക്രമാണ് ജീവിതചക്രം. ജീവിതചക്രത്തിൻ്റെ പ്രയാണത്തിനിടയിൽ ഏത് കൊടുമുടിയിൽ ആര് കയറും ആരിയ്ക്കുമെന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. നമുക്ക് ചിലപ്പോൾ ഒരാളെ കൊല്ലാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയത്തെ ഒന്നും ചെയ്യാനാകില്ല. ആളിനെ കൊന്നുകളയാം, ആശയത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരുപാട് കാലത്തിൻ്റെ കാവ്യനീതിയുണ്ട്. ഈ കാവ്യനീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാവ്യനീതിയാണ് ഇന്ന് അസംബ്ലിയിൽ കാണുന്നത്. അതായത് പിണറായി വിജയൻ ചെറ്റ എന്ന് വിളിച്ച ജി സുധാകരൻ എന്ന പ്രോട്ടേം സ്പീക്കറുടെ മുന്നിലാണ് എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. 102 വരുന്ന UDFകാരും 3 BJPക്കാരും, അങ്ങനെ 105 പേരും, ബാക്കി വരുന്ന 35 പ്രതിപക്ഷത്തുള്ളവരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് പ്രോട്ടേം സ്പീക്കറുടെ മുന്നിലാണ്. പ്രോട്ടേം സ്പീക്കർ ഇന്നലെ ഗവർണറുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അപ്പോൾ കുറച്ച് സമയത്തേക്ക് അധികാരമുള്ളൂ, ഒരുപാട് ദിവസത്തേക്കില്ല. കാരണം ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം സ്പീക്കർ, യഥാർത്ഥ സ്പീക്കർ എന്ന് പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനെയും തീരുമാനിച്ചിട്ടുണ്ട് UDF നേതൃത്വം. അവർക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. പ്രതിപക്ഷം സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അവർക്ക് വോട്ട് കിട്ടും. നിർത്താനാണ് സാധ്യത, കാരണം നിർത്താതെ അങ്ങനെ ഏകപക്ഷീയമായി ജയിപ്പിക്കാൻ സാധ്യത. അപ്പോൾ 35 വോട്ട് 35, പിന്നെ ഈ 3 വോട്ടുകാർ ചിലപ്പോൾ വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. BJPയുടെ 3 വോട്ടുകാർ വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 102 വോട്ട് UDFന് കിട്ടുകയും അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായി മാറുന്ന കഥ നമുക്ക് കാണാം. അതിനിടയിലാണ് ജി സുധാകരൻ ഡയസിലിരിക്കുമ്പോൾ സ്വാഭാവികമായും സർ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ആണ് കൃത്യമായി എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. അതിൽ പിണറായി വിജയനും ഉൾപ്പെടും എന്നുള്ളതാണ്. പിണറായി വിജയൻ വളരെ സീനിയർ മെമ്പറാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഭരണപക്ഷത്താണെങ്കിൽ അദ്ദേഹം ഒന്നുകിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് മത്സരിച്ചില്ലെങ്കിൽ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ സ്പീക്കറോ അല്ലെങ്കിൽ പ്രോട്ടേം സ്പീക്കർ. എന്തായാലും പ്രായം കൊണ്ടും സീനിയാരിറ്റി കൊണ്ടും പിണറായി വിജയനുണ്ട്. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ കൂടെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, പിന്നെ ജി സുധാകരനുണ്ട്. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകുന്ന ആളായതുകൊണ്ട് അദ്ദേഹം ഇതിനകത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് പ്രോട്ടേം സ്പീക്കറായി ജി സുധാകരനാണ് വന്നിരിക്കുന്നത്. എന്തായാലും അതുപോലെ തന്നെ കെ കെ രമ ഡയസിൽ വരാൻ സാധ്യതയുണ്ട്. കെ രമ ഡെപ്യൂട്ടി സ്പീക്കറാകുമെന്നൊക്കെയാണ് കേട്ടത്. പക്ഷേ അവർക്ക് അതിന് താല്പര്യമില്ല. അവർ പിന്നെ മന്ത്രിയാവാനും ആ പദവികളിലേക്ക് താല്പര്യമില്ല. അവർ ഒരു ഇടതുപക്ഷ പാർട്ടിയാണ്, അവരൊരു കോ എക്സിസ്റ്റൻസ് ഉള്ള പാർട്ടിയാണ്, അല്ലാതെ ഘടകകക്ഷി അല്ല എന്നവർ പറഞ്ഞത് കൊണ്ട് തന്നെ അവർക്കത് വരാൻ കഴിഞ്ഞിട്ടില്ല. അതിലവർക്ക് പരാതിയുമില്ല. പക്ഷേ എന്തായാലും വളരെ പ്രധാനമായ ഒരു കാര്യമാണ് നടക്കുന്നത്. ചിലപ്പോൾ കെ രമയും ഡയസിൽ വരാം. അങ്ങനെ സഭാധ്യക്ഷനായിട്ട് ചില സമ്മേളനങ്ങൾ വരാം. അവിടെയും പിണറായി വിജയൻ മേഡം എന്ന് വിളിച്ച് സംസാരിക്കേണ്ടി വരും. അതുപോലെ തന്നെ അതിങ്ങനെ മാറി ഇപ്പോൾ NK പ്രേമചന്ദ്രനൊക്കെ പലപ്പോഴും ലോകസഭയിൽ ഈ പാനലിലുള്ളത് കൊണ്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ NK പ്രേമചന്ദ്രൻ സാറെന്ന് വിളിച്ചതിന് എല്ലാവരും അഭിസംബോധന ചെയ്യണം. അപ്പോൾ അതിന് സീനിയാരിറ്റി ജൂനിയാരിറ്റി ഒന്നുമില്ല. ആ പദവിയാണ് പ്രധാനം. അപ്പോൾ എന്തായാലും കാലത്തിൻ്റെ ഒരു കാവ്യനീതി ഇവിടെ പ്രവർത്തിക്കുന്നു. കെ രമ വീണ്ടും ജയിച്ചു. അത് മറ്റൊരു നീതി ഒരേ സഭയിൽ വരുന്നു. അതിനേക്കാൾ പ്രധാനമാണ് ജി സുധാകരൻ എന്ന ആലപ്പുഴയിലെ വളരെ വലിയ നേതാവായിട്ടുള്ള, കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള കമ്മ്യൂണിസ്റ്റുകാരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ജി സുധാകരൻ. അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു. വലിയ വോട്ടിനാണ് ജയിച്ചത്. അദ്ദേഹത്തെ മന്ത്രിയാക്കുമെന്നൊക്കെ പല വാർത്തകൾ വന്നെങ്കിലും മന്ത്രിയാക്കിയിട്ടില്ല. പ്രോട്ടേം സ്പീക്കറാക്കി. ആ പ്രോട്ടേം സ്പീക്കറുടെ മുന്നിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മനോഹരമായ കാഴ്ചയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആരെയൊക്കെ ചവിട്ടിയാലും കൊന്നാലും ആളിനെ വേണമെങ്കിൽ നമുക്ക് നിഷ്കാസനം ചെയ്യാം. TP ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞതുപോലെ നമുക്ക് ആളിനെ വേണമെങ്കിൽ കൊല്ലാം. പക്ഷേ അവർ ഉയർത്തുന്ന ആശയങ്ങൾ, അവർ ഉയർത്തുന്ന ആദർശങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ സ്വപ്നങ്ങൾ അവർ ജീവിച്ചിരിക്കുമെങ്കിൽ നമുക്ക് അവർക്ക് അർഹപ്പെട്ടത് കിട്ടുക തന്നെ ചെയ്യും. അവരുടെ മുന്നിൽ നമുക്ക് നിൽക്കേണ്ടി തന്നെ വരും.
കുനിഞ്ഞു നിൽക്കേണ്ടി വരും. അത് കാലത്തിൻ്റെ ഒരു ഇടപെടലാണ്, കാലത്തിൻ്റെ കാവ്യനീതിയാണ്. അത് നമുക്ക് പറിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ നോക്കൂ, ജി സുധാകരനെ തോൽപ്പിക്കാൻ എല്ലാ സംസ്ഥാനത്ത് ആര് ജയിച്ചാലും കുഴപ്പമില്ല, ജി സുധാകരൻ തോക്കണമെന്നാണ് ഒരു ഘട്ടത്തിൽ പിണറായി വിജയനും ഗോവിന്ദനും ഒക്കെ പറഞ്ഞ് വലിയ രീതിയിൽ CS സുജാതയൊക്കെ പോലെയുള്ള വളരെ വലിയ നേതാക്കളെയാണ് ആലപ്പുഴയിൽ അമ്പലപ്പുഴയിലേക്ക് കൊടുത്ത് വലിയ പ്രചരണം നടത്തിയത്. ഇന്നിപ്പോൾ പ്രതിഭ പറഞ്ഞിരിക്കുന്നത് ഇയാൾ ചെകുത്താനാണോ, ജി സുധാകരൻ ചെകുത്താനാണോ? കാരണം അപ്പുറത്തും അദ്ദേഹം നമ്മളെ പാർട്ടിയെ തോൽപ്പിച്ചു, ഇപ്പുറത്തും എന്നെയും തോൽപ്പിച്ചു എന്നുള്ള നിലയിൽ പ്രതിഭ കടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരല്ലെങ്കിലും കുറച്ച് ബഹളം ഉണ്ടാക്കുന്നു, പക്ഷേ ഇതൊരു വല്ലാത്ത ബഹളമായിട്ടുണ്ട്. അവർ അങ്ങനെയും പറയുന്നു, ഇതൊരു വിഷയം വീട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ജി സുധാകരൻ ഫാക്ടർ അമ്പലപ്പുഴ മാത്രമല്ല, ആലപ്പുഴയിലും കായംകുളത്തും അരൂരിലും തുടങ്ങിയിട്ടുള്ള അവിടുത്തെ എല്ലാ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഒഴിച്ചുള്ള എല്ലാ മണ്ഡലങ്ങളിലും, ചേർത്തല പ്രസാദാണ് ജയിച്ചത്, എല്ലാ മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞതിലെ ഒരു ഘടകം ജി സുധാകരനും കൂടിയാണ്. സുധാകരൻ ഫാക്ടറാണ്. കാരണം ആളുകൾക്ക് വലിയ ഇഷ്ടപ്പെട്ട, അഴിമതി നടത്താത്ത, വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, വികസനം നടപ്പിലാക്കുന്ന, അതിൽ പൊതുമരാമത്ത് വകുപ്പിൽ ഇരുന്നിട്ട് പോലും 5 പൈസ അഴിമതി നടത്താത്ത ഒരു വളരെ പ്രധാന മന്ത്രിയായിട്ടാണ് ജനങ്ങൾ കണ്ടത്. ആ സ്നേഹം, അദ്ദേഹത്തിന് വയസ്സ് കുറച്ച് സീനിയറാണ്, ആൾ സീനിയറായിട്ട് പോലും ആ സ്നേഹം കൊടുത്തു. വീണ്ടും അദ്ദേഹം MLA ആയി, അമ്പലപ്പുഴ MLA ആയി ജി സുധാകരൻ വന്നു. ഇനി ഒരു മത്സരിക്കാൻ സാധ്യത കുറവാണ്, കാര്യം പ്രായമൊക്കെ ആയല്ലോ. എന്തായാലും ഇപ്രാവശ്യം ഒരിക്കൽ കൂടി പാർട്ടിയില്ലെങ്കിലും ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു. അങ്ങനെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നേതാക്കളെ തിരിച്ചറിയാൻ CPMനും ഇടതുപക്ഷത്തിനും കഴിയാതെ പോയതാണ്. ബന്ധുക്കളെയും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിരുന്നും പല ന്യായങ്ങളൊക്കെ പറഞ്ഞ് സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്തപ്പോഴാണ് സുധാകരനും ഐസക്കിനെ പോലെയുള്ള ആളുകളൊക്കെ പുറത്ത് നിൽക്കേണ്ടി വന്നത്. അങ്ങനെ സുധാകരനെ മഴയത്ത് നിർത്തിയപ്പോൾ ആ മഴ നനഞ്ഞ് കണ്ടുകൊണ്ട് തന്നെ സുധാകരൻ ഏറ്റ വെള്ളത്തിനും മഴയ്ക്കുമൊക്കെ ഫലമുണ്ടായിരിക്കുന്നു. അദ്ദേഹം MLA ആയി, ഇപ്പോഴിതാ പ്രോട്ടേ സ്പീക്കറായി. കാലമേ, നീ എന്തൊക്കെയാണ് ഓരോരുത്തർക്കും കാത്തുവച്ചിരിക്കുന്നത്. ആ കാലത്തിൻ്റെ കാവ്യനീതി അറിയാൻ വലിയ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികാരവും പണവും സമ്പത്തും എല്ലാം ഓരോ നാളും എല്ലാ കാലവും ഒരാളിൽ നിൽക്കില്ല. അതൊരു ചാക്രിക വ്യവസ്ഥയാണ്, അതൊരു സൈക്ലിക് പ്രോസസ്സാണ്. നേരത്തെ പറഞ്ഞ വാട്ടർ സൈക്കിളും ലൈഫ് സൈക്കിളും, അല്ല പിന്നെ കാർബൺ സൈക്കിളും നൈട്രജൻ സൈക്കിളും സോയിൽ സൈക്കിളും അതുപോലെ തന്നെ സൺ സൈക്കിളും ഒക്കെ പോലെ തന്നെ വളരെ വലിയൊരു സൈക്കിളാണ് ലൈഫ് സൈക്കിൾ, ജീവിതചക്രം. അതിൽ കാലം കാത്തുവയ്ക്കുന്നത് എന്താണെന്ന് ഇനിയും നമുക്കറിയില്ല. അത് പ്രകൃതിയുടെ നിഗൂഢതയാണ്.